അമേരിക്കക്ക് നാണം കെട്ട തിരിച്ചടിയാണ് സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഏറ്റവും മികച്ച അലൈകളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ആ സൗദി അറേബ്യയാണ് അമേരിക്കക്ക് സൗദി അറേബ്യയുടെ മുകളിലൂടെ ഫ്ലൈറ്റുകൾ ഓടിക്കുന്നതിനും അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും ഇറാനെതിരെയുള്ള ഓപ്പറേഷൻസ് നടത്തുന്നതിലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ എയർ സ്പേസിനെ ഇറാനെതിരെയുള്ള മൂവ്മെന്റിനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് മുഹമ്മദ് ബിൻ സൽമാൻ ക്ലിയർ കട്ടായി ട്രംപിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ എന്റെ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാനെതിരെയുള്ള അറ്റാക്ക് അല്ലെങ്കിൽ ഇറാനെതിരെ കൊണ്ടുവന്നിട്ടുള്ള പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ, അതായത് ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന 800-ലധികം വരുന്ന കപ്പലുകളെ ഹോർമൂസിന് പുറത്തേക്ക് എത്തിക്കാനുള്ള അമേരിക്കയുടെ പ്രൊജക്റ്റ് ആയിരുന്നു ഈ പറയുന്ന പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്നത്. ആ ഫ്രീഡം, ആ പരിപാടി വെറും 36 മണിക്കൂറിന്റെ ഉള്ളിൽ അമേരിക്കക്ക് നിർത്തി വെക്കേണ്ടി വന്നു എന്നുള്ളതായിരുന്നു ആ ന്യൂസ്. അതിന് ആസ്പദമായിട്ട് പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയും ഇറാനും ഒരു കരാറിലേക്ക് എത്താൻ പോകുന്നു, അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ നിർത്തിവെക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 36 മണിക്കൂർ കൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ച ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് നിർത്താനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് സൗദിയുടെ എയർ ബേസുകളോ സൗദിയുടെ എയർ സ്പേസോ അതേപോലെ തന്നെ കിങ് സുൽത്താൻ എയർപോർട്ടോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ തരത്തില്ല എന്നുള്ളത് സൗദി അറേബ്യ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ട്രംപ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ മിഡിൽ ഈസ്റ്റ് അലൈകളുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബ്രീഫിംഗ് നടത്തിയിട്ടില്ല, പ്രോപ്പർ ആയിട്ടുള്ള ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ആൾ ഓഫ് എ സഡൻ ഒരു ഇൻഫർമേഷൻ അങ്ങ് കൊടുത്തിട്ട് ഒരു പ്രൊജക്ട് അങ്ങ് പ്രഖ്യാപിക്കായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. ഏകപക്ഷീയമായിട്ട് പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുകയും ഏകപക്ഷീയമായിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ലോക പോലീസ് കളിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ തലക്കേറ്റ ഒരു അടിയാണ് സത്യത്തിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്നത് അമേരിക്കയും അമേരിക്കയുടെ ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റിലെ ഈ നാവിക അലയും കൂടെ കൂടിച്ചേർന്നിട്ട്, അല്ലെങ്കിൽ ഈ അലൈകളുടെ നാവിക സേനകളും കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു മാരിടൈം കൗൺസിൽ രൂപീകരിക്കുകയും ഈ മാരിടൈം കൗൺസില് ഈ ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള റൂട്ടുകൾ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ തന്നെ ഇറാൻ ഹോർമൂസിൽ വിന്യസിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആണ് ഈ പ്രൊജക്ടിന്റെ പുറകിൽ എന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത്. അതായത് 2 മാസങ്ങളോളമായി ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന കപ്പലിലെ തൊഴിലാളികൾക്കും നാവികർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് എന്നാണ് പറഞ്ഞത്. അവരെ വളരെ സേഫ് ആയിട്ട് ഹോർമൂസിനെ പുറത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്ടിന്റെ പ്ലാൻ എന്നുള്ളതും കൂടെ അന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വെറുതെ ഇങ്ങനെ എത്തിച്ചാൽ മാത്രം മതിയോ, റൂട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയോ? പോരാ. കാരണം ഈ പ്രൊജക്ടിന് ഫൈറ്റർ ജെറ്റുകൾ ആവശ്യമാണ്, നിരീക്ഷണ ഡ്രോൺ സംവിധാനങ്ങളും ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അത് ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പോ ഒരു കപ്പലിന്, ഇപ്പൊ ഒരു US ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന ഒരു കപ്പലിന് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് അമേരിക്ക പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പല് മൂവ് ചെയ്ത് തുടങ്ങുന്ന നിമിഷം ഓൺവാർഡ്സ് ഇറാൻ ഇത് ഡിറ്റക്ട് ചെയ്യുകയും ഇറാൻ ഈ കപ്പലുകൾക്ക് ഭീഷണി സന്ദേശങ്ങൾ അയക്കുകയും നിർത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ കൊറിയയുടെ കപ്പൽ നശിപ്പിച്ച പോലെ ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യും എന്നുള്ളത് അറിയാം. അപ്പോ ഇങ്ങനെ കപ്പലുകൾ മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇറാന്റെ സേന ഇത് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും ബോട്ടുകൾ അടുത്ത് വരുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണ ഡ്രോണുകൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ഡ്രോണുകൾ പറത്തണം എന്നുണ്ടെങ്കിൽ ഈ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ എയർ ബേസുകളെ അമേരിക്ക യൂസ് ചെയ്യേണ്ടി വരും. ഇനി ഇങ്ങനെ ഡ്രോൺ ഏതെങ്കിലും ഒരു ബോട്ടിന്റെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, IRGCയുടെ ഏതെങ്കിലും ഒരു ബോട്ടിന്റെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആ അറ്റാക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്ക് നടത്തേണ്ടി വരും.
അവിടെ ഫൈറ്റർ ജെറ്റുകളും ഉപയോഗിക്കേണ്ടി വരും. ഈ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും ഈ സൗദി അറേബ്യയുടെ ബേസ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പോ ഇതൊന്നും ഇല്ലാണ്ട് ഈ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന പ്രൊജക്റ്റുമായിട്ട് അമേരിക്കക്ക് മുന്നോട്ട് പോവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. പലതവണ ട്രംപ് മുഹമ്മദ് ബിൻ സൽമാനെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. 3-4 പ്രാവശ്യം നേരിട്ട് വിളിച്ചിട്ടും മുഹമ്മദ് ബിൻ സൽമാൻ ഒരു അടി വിട്ടു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംയമനത്തിനും ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും മുഹമ്മദ് ബിൻ സൽമാൻ MBS തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനുശേഷം ഖത്തർ അമീറിനെ ട്രംപ് സമീപിച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിന്റെ ബേസുകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡി എസ്കലേഷന് സാധ്യതയുണ്ട്, ഇത് എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഖത്തറിന്റെ അഭിപ്രായത്തിൽ ഖത്തറും ഈ പറയുന്ന രീതിയിലെ എയർ ബേസുകൾ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി രാജ്യങ്ങളിലുള്ള യു എയിലുള്ള ബേസുകൾ അടക്കം ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന, അമേരിക്ക കൺട്രോൾ ചെയ്തിരുന്ന ബേസുകളിൽ നിന്നൊന്നും തന്നെ ഈ ഓപ്പറേഷൻ അമേരിക്കക്ക് നടത്താൻ സാധ്യമല്ല. കാരണം റിയൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള തകരാറുകൾ ഇറാന്റെ ആക്രമണത്തിൽ ഈ പറയുന്ന ബേസുകൾക്കെല്ലാം ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്, തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെയാണ് കിങ് സുൽത്താൻ എയർപോർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വരുന്നത്. ആ എയർപോർട്ടിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ എയർ സ്പേസിനെ അമേരിക്ക ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിന് അനുവദിക്കത്തില്ല എന്നുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള മെസ്സേജ് സൗദി റിയാദ് വാഷിംഗ്ടണിന് പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ 36 മണിക്കൂർ കൊണ്ട് ട്രംപിനെ കൊണ്ട് ഈ പറയുന്ന പ്രൊജക്ട് ഫ്രീഡം നിർത്തിച്ചത് എന്നുള്ളതാണ്. കാരണം ആ നാട്ടില് അല്ലെങ്കിൽ ആ റീജിയണില് അസ്ഥിരമാവുന്ന രീതിയിലേക്ക്, ആ റീജിയണിൽ വീണ്ടും വെടിയൊച്ചകൾ കേൾക്കുന്ന രീതിയിലേക്ക് മാറാൻ സൗദിയോ ഖത്തറോ കുവൈത്തോ ബഹ്റൈനോ UAE ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല പ്രൊജക്ട് ഫ്രീഡം ആയിട്ട് ട്രംപ് മുന്നോട്ട് വന്ന സമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹോർമോസിലുള്ള ഏതൊരു ഇടപെടലിനെയും അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായിട്ട് കണക്കാക്കുകയും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവാം ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇറാന്റെ ശക്തമായിട്ടുള്ള ആക്രമണം, കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഇറാൻ അച്ചട്ടായിട്ട് പറഞ്ഞിട്ടുള്ളതും നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോ ഇതെല്ലാം കാരണമാണ് യഥാർത്ഥത്തില് പ്രൊജക്ട് ഫ്രീഡം 36 മണിക്കൂർ കൊണ്ട് ട്രംപിനെ കൊണ്ട് നിർത്തിച്ചത് എന്നുള്ളതാണ്. അപ്പോ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത്രയധികം തിരിച്ചടി ഉണ്ടായിട്ടും ട്രംപ് ഇതിൽ നിന്ന് പാഠം പഠിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇറാൻ വാറില് അമേരിക്കയുടെ ക്ലോസ് ആയിട്ടുള്ള അലൈസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും അതിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്കയുടെ വാർ സ്ട്രാറ്റജിയോ അമേരിക്കയുടെ ആക്രമണ സ്ട്രാറ്റജിയോ സൗദി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പകരം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്കാണ് സൗദി ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല സൗദിയും പാകിസ്ഥാനും തമ്മിൽ മിലിറ്ററി കരാറുകൾ അടക്കം നിലവിൽ വന്ന സ്ഥിതിക്ക് അമേരിക്കയുടെ ബുദ്ധിയില്ലാത്ത, അമേരിക്കയുടെ വീക്ഷണശേഷി ഇല്ലാത്ത രീതിയിലുള്ള അറ്റാക്കുകളും തീരുമാനങ്ങളും സൗദി ഡിനൈ ചെയ്യുന്നു എന്നുള്ളതും ഈ ഒരു ഇൻസിഡന്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്ര അധികം തിരിച്ചടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര അധികം കരണത്തടി കിട്ടിയിട്ടുള്ള വേറൊരു ഇൻസിഡന്റ് ഈ അമേരിക്ക ഇറാൻ വാറിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം എന്നുള്ളതാണ്.